എൻ്റെ ഓമല്ലൂർ കൊണ്ടുകാല രാജേട്ടൻ്റെ അടുത്ത് തന്നെ. ഇല്ലെന്നേ, കൊണ്ടുകാല ജംഗ്ഷനിലാണ്. കുരിശുപള്ളിയില്ലേ, കുരിശുപള്ളിയുടെ പറയും. അപ്പോൾ കോമൺ ക്രൈറ്റ് നമ്മുടെ ഓളവളപ്പനാണ്. കയറും താഴോട്ട് അവിടെ കിടക്കണോ കയറ്? കയറ് ചിലപ്പം വലിക്കുമ്പോൾ ഉടക്കോ ഉടക്കിയല്ല പോകുന്നതായിരിക്കണം. ഇത് ഇടയ്ക്കൊന്ന് മലന്ന് പോയെന്ന് പറഞ്ഞ് കയറിനോട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പാഞ്ഞു വരും. ഇല്ല ആള് വന്നു. ടോർച്ച് എടുക്കണോ? വെള്ളിക്കെട്ടിനെ തിരിച്ചറിയാനുള്ള പണി എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിന്റെ വരകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടോ? ഗ്യാപ്പ് കൂടുതലാണോ? വളവളപ്പം, നമ്മുടെ വളവളപ്പം തന്നെ ആണോ? ഇത് ഭയങ്കര വിഷമുള്ള സാധനം കേട്ടോ. ഇത് ഗ്യാപ്പ് കൂടുതലാണോ? ഈ ഗ്യാപ്പില്ലേ, രണ്ട് ഒന്നര ഗ്യാപ്പ് വ്യത്യാസം വരും അല്ലേ? അതാണ് അതിന്റെ പ്രധാന ഇവര് തിരിച്ചറിയാൻ ഏറ്റവും വലിയ പാഠം. ഇത് ഒരേപോലെ വളയുള്ളതുണ്ട്, അത് വെള്ളിക്കെട്ടനല്ല, അത് ട്രിങ്കറ്റ് എന്ന് പറഞ്ഞ പാമ്പ. അതിന് വിഷയില്ല. ഇതാണ് ശരിക്കും വെള്ളിക്കെട്ടൻ. അതാണ് ശരിക്കും വെള്ളിക്കെട്ടൻ. വെള്ളിക്കെട്ടനെ എപ്പോഴും ഈ ഗ്യാപ്പ് ഇങ്ങനെ പെയറിംഗ് ആയിരിക്കും. ഇത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ്, അത് കഴിഞ്ഞ് കൂടുതൽ കണക്കിലോ ഇതിലൊക്കെ ചാർന്ന പാർട്ടിയാണ്. ഇത് കഴിച്ചാൽ നമ്മൾ അറിയാം, പാലക്കാടൊക്കെ മരിച്ചില്ലേ? മറ്റേ ഇതല്ലേ മറ്റേ പിള്ളേരെ ഇതിന് ബെഡിനടിയിരുന്ന് ഞാൻ ആദ്യമായിട്ട് ഇന്നത്തെ എടുത്തത് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് എടുത്തത് കൊല്ലങ്ങോട്ട് നമ്മുടെ ആന്റണി സ്പെഷ്യൽസ് ഇല്ലേ, അതിന്റെ പുറകിൽ ഒരു വീട്ടിൽ ഇതുപോലെ കണക്ട് ചെയ്തായിരുന്നു. ഇവന്മാര് സ്ഥിരം കെണ്ടിച്ചാട്ടക്കാരല്ലേ? കണ്ടി ചാടുന്ന സാധനം. ഇവര് രാത്രി സഞ്ചാരികളാണ്. അപ്പൊ ഇന്നലെ ചാടിയതായിരിക്കണം മിക്കവാറും. കയറാൻ പാടില്ല. പക്ഷെ അതിന് വലിയ ആരോഗ്യമില്ല. ഇന്നലെ എങ്ങാണ്ട് ഒരു നേരത്തെ ചാടിയതാ. തുഴഞ്ഞ് അത് മടുത്തു കേട്ടോ. സ്മെല്ലിന്റെ അല്ലേ? ഇത് റെസ്ക്യൂ ചെയ്യല്ലേ ഇന്ന്? അവര് നാണക്കാരനാന്ന് തോന്നുന്നു, ഒളിച്ചിരിക്കുന്നു. ഇവിടെ ഇഷ്ടംപോലെ ഈ സാധനമുണ്ട്. ഇതുപോലെ ആക്ഷനാണ് മറ്റേ സാധനം. പക്ഷെ കണ്ടു കഴിഞ്ഞാല് മറ്റേ വട്ടത്തിൽ ചുണ്ടൊക്കെ. പക്ഷെ നമുക്ക് നമ്മള് കാണുമ്പോൾ വള്ളിക്കെട്ടാൻ തോന്നും. അവരെ വരകള് ഉത്തിരിയാകല്ലേ. പക്ഷെ ചിലപ്പോ എന്നാ പറയാൻ പറ്റില്ല. അവിടെ കയറി ചിലപ്പോ ആ സാധനമായിരിക്കും യൂട്യൂബിന്റെ അവിടെ. വരകളിപ്പോ ഞാൻ കാണിച്ചില്ലേ, ഒന്നരോട്ട് ഗ്യാപ്പ് വരും. ഇടവിട്ട് ഗ്യാപ്പ് കറക്റ്റ് അകലായിരിക്കും.